ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ലിസണിങ്ങിൻ്റെ അടുത്ത കുറച്ച് സ്കിൻ ഡിസീസസ് കണ്ടീഷൻസ് പഠിക്കാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്കിൻ ഡിസീസ് കണ്ടീഷൻസ് പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത കുറച്ച് സ്കിൻ ഡിസീസ് കണ്ടീഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിസണിങ്ങിൻ്റെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് എങ്ങനെയാണ് നമ്മൾക്ക് 24 എ പാർട്ടിൽ നിന്നും നമുക്ക് ഫുള്ള് കിട്ടുക, ഔട്ട് ഓഫ് 24 എങ്ങനെയാണ് കിട്ടുക ഈസി ആയിട്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. വേർഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ലിസണിങ്ങിൻ്റെ കുറച്ച് ടിപ്സ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്നതല്ലാതെ മറ്റു കുറച്ച് ടിപ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് വേർഡ്സിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ലിസണിങ് എങ്ങനെയാണ് എ പാർട്ടിൽ ഫുള്ള് കിട്ടുക എന്നുള്ളത് എപ്പോഴും എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നൊരു കൺസേൺ ആണ്. നമ്മൾക്ക് ലിസണിങ്ങിൽ 24 നമുക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ ഈസിയാണ് നമുക്ക് 30 നമ്മുടെ ആ ഒരു റിക്വയർഡ് സ്കോർ 350 കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെയധികം ഈസിയാണ്. 30 റൈറ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് ഔട്ട് ഓഫ് 42 നമുക്ക് വേണ്ടത്. 30 റൈറ്റ് ആൻസേഴ്സ് കിട്ടിയാൽ നമുക്ക് 350 നമ്മുടെ ബി സ്കോർ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ എ പാർട്ട് എന്ന് പറയുന്നത്. എ പാർട്ടിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 24 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയാൽ നമ്മളെ ഒന്നുകൂടി ബി സ്കോർ കിട്ടാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുവാണ്. സോ എങ്ങനെയാണ് ഈ 24 നമ്മൾക്ക് കിട്ടുക? നമ്മൾ ഏത് മെറ്റീരിയൽ ചെയ്താലും നമുക്ക് എപ്പോഴും ചോദിക്കുന്ന സിമിലർ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒത്തിരി പുതിയ വേർഡ്സ് ഒന്നും അവർ ചോദിക്കുന്നില്ല. നമ്മൾ ചെയ്തു തന്നെ പോയിരിക്കുന്ന റിപ്പീറ്റഡ് വേർഡ്സ് തന്നെയാണ് 24 നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വളരെയധികം കുറഞ്ഞ സ്കോർ എ പാർട്ടിൽ കിട്ടുന്നത്? ഇതാണ് നമ്മൾ ഏറ്റവും സീരിയസ് ആയിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ റിപ്പീറ്റഡ് വേർഡ്സ് തന്നെ ചോദിക്കുന്നുള്ളൂ, അതും ഡിസീസ് കണ്ടീഷൻ അല്ലെങ്കിൽ സിംറ്റംസ്. ഇനി നമ്മളൊന്നും ലിസണിങ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ വേർഡ്സ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് എല്ലാം തന്നെയാണ്, സിംറ്റംസ് എല്ലാം തന്നെയാണ്. ഇനി അവരുടെ ഒക്കുപ്പേഷനൊക്കെ ചോദിക്കുമ്പോഴേ നമുക്കറിയാൻ മേലാത്തത് വരുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്കിത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്? അതിനർത്ഥം അവരുടെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്, നമുക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ലഭിക്കാത്തത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ലിസണിങ്ങും കേട്ടതിന് ശേഷം നമ്മൾക്ക് കിട്ടാത്ത വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് ഈസി ആയിട്ട് കിട്ടുക എന്നുള്ളത് നമ്മളൊന്ന് കേട്ട് ശരിക്കും പഠിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് പ്രൊനൗൺസിയേഷനാണ്. അവരെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു? നമ്മളൊരു മെറ്റീരിയൽ ചെയ്തു, നമുക്ക് എ പാർട്ടിൽ കിട്ടാതെ പോയ ആൻസർ നമ്മളത് ജസ്റ്റ് ടിക്ക് ഇട്ടിട്ട് നമുക്ക് കിട്ടാത്തത് തെറ്റുവിട്ടിട്ട് നമ്മളവിടെ അത് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ വീണ്ടും ഒന്ന് വന്നിട്ട് ഏത് ആൻസറാണ് എൻ്റെ പോയത്, എന്തുകൊണ്ടാണ് പോയത്, അതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ, അതോ എനിക്ക് വേർഡ് കിട്ടാതെ പോവുകയാണോ ചെയ്തത്, അതവർ പറയുന്ന മനസ്സിലാവാതെ പോവുകയാണോ ചെയ്തത്, സ്പീഡ് കൂടിപ്പോയതുകൊണ്ടാണോ, എനിക്ക് സ്പീഡ് കുറഞ്ഞു പോയതുകൊണ്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ പ്രൊനൗൺസിയേഷനാണ് ഇതിനകത്തെ ഒരു കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള അടുത്ത വീഡിയോസിലായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് നമ്മളത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഓഡിയോയിലേക്ക് പോവുക, ഓഡിയോ കേൾക്കുക, അവരതെങ്ങനെയാണ് ആ വാക്കിനെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ആൻസർ വെച്ചുകൊണ്ട് ഓഡിയോ കേൾക്കുക, എങ്ങനെയാണ് ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം മൊത്തം നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ നമ്മളത് റിവൈസ് ചെയ്യണം. ഓക്കെ, ഈ വേർഡ് ഇങ്ങനെയായിരുന്നു അവർ പ്രൊനൗൺസ് ചെയ്തത്, ഈ വേർഡ് ഇങ്ങനെയായിരുന്നു, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേർഡ് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഈ പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇനി നമുക്ക് വേർഡ്സിലേക്ക് പോകാം. അപ്പോൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് 5 വേർഡ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 5 ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇന്നൊരു ന്യൂ 5 വേർഡ്സ്, അതും സ്കിൻ ഡിസീസാണ്. ഫസ്റ്റ് വൺ ആക്നെ, ACNE, എപ്പോഴും ചോദിക്കുന്നൊരു വാക്കാണ് ആക്നെ, ACNE. സെക്കൻഡ് വൺ റിങ്കിൾസ്, WRINKLES,
wrinkles. തേർഡ് വൺ മീസിൽസ്, ഒരു സ്കിൻ ഡിസീസ് ആണിത്. MEASLES, മീസിൽസ്. നെക്സ്റ്റ് വൺ അറ്റോപിക്, ATOPIC, അറ്റോപിക്. ലാസ്റ്റ് വൺ ഡെർമറ്റൈറ്റിസ്, DERMATITIS, ഡെർമറ്റൈറ്റിസ്. സോ 5 വേർഡ്സ് ആണ്: ആക്നെ, റിങ്കിൾസ്, മീസിൽസ്, അറ്റോപിക്, ഡെർമറ്റൈറ്റിസ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയ വേർഡ്സിൻ്റെ കൂടെ ഈ വേർഡ്സോട് കൂടി എഴുതി വെക്കുക, പഠിക്കുക, വേർഡ്സ് ഫെമിലിയർ ആക്കുക. വേർഡ്സ് ഫെമിലിയർ ആയാൽ ഏത് പ്രൊനൗൺസിയേഷൻ ഡിഫിക്കൽട്ടാണെങ്കിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. സോ ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇങ്ങനെ പഠിക്കാനായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് കുറേ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ. സോ ഇൻഡിവിജ്വൽ അഡ്മിഷന് വേണ്ടിയിട്ട്, ഓൺലൈൻ ഇൻഡിവിജ്വൽ അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ടൈമിൽ ക്ലാസ് 4 വിഷയത്തിനും ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.